മാരകമായി ഭവിക്കുന്ന ഫോസിലുകൾ ഭാഗം 2 പരിണാമശൃംഖല കണ്ണിവിടാതെ കൂട്ടിച്ചേർക്കുന്നതിനാവശ്യമായ ഫോസിലുകൾ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണമായി നിരത്തിയ പല ന്യായങ്ങളും ഇതിനു മുമ്പുള്ള ചില അധ്യായങ്ങളിൽ സൂചിപ്പിക്കുകയുണ്ടായി. അവയിൽ പലതും പരിണാമസിദ്ധാന്തത്തിന് തന്നെ കോടാലിയായി ഭവിക്കുന്നതും നമ്മൾ കണ്ടു. മുഴുവൻ ഫോസിലുകളും കണ്ടുകിട്ടാത്തതുകൊണ്ടുള്ള ചില സൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഡോക്കിൻസ് ചിലതൊക്കെ കണ്ടുകിട്ടിയാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു. പരിണാമസിദ്ധാന്തം പ്രതീക്ഷിക്കുന്ന ഒരു ക്രമമുണ്ട്. അതിനെതിരെ ഫോസിലുകൾ കണ്ടുകിട്ടിയാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചാണ് ഡോക്കിൻസ് സൂചിപ്പിക്കുന്നത്. സങ്കീർണത കൂടുന്നത് ക്രമേണയാണെന്നും അത് കാലക്രമത്തിനനുസൃതമാകണമെന്നുമുള്ള പരിണാമസിദ്ധാന്ത തത്വത്തിന് വിരുദ്ധമായി ഫോസിലുകൾ കണ്ടെത്തുന്നത് വലിയ അപകടമായി അദ്ദേഹം കാണുന്നു. പ്രതീക്ഷയ്ക്ക് വിപരീതമായി, ഉദാഹരണത്തിന് 30 കോടി വർഷം പഴക്കമുള്ള ഒരു ഭൗമപാളിയിൽ നിന്നും സസ്തനികളുടെ ഫോസിലുകൾ കണ്ടുകിട്ടുകയോ ആൾക്കുരങ്ങുകളുടെ ഫോസിലുകൾ പ്രത്യക്ഷപ്പെട്ട ഭൗമപാളികളേക്കാൾ പഴക്കമുള്ളൊരു ഭൗമപാളിയിൽ നിന്നും മനുഷ്യ ഫോസിലുകൾ കണ്ടെത്തുകയോ ചെയ്താൽ അത് ആശ്ചര്യകരമായിരിക്കുമെന്നും പരിണാമസിദ്ധാന്തത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കുമെന്നും എല്ലാ പരിണാമവാദികളും ഒരുപോലെ ഭയപ്പെടുന്നു. പ്രായം കുറഞ്ഞ ഭൗമപാളികളിൽ കാണപ്പെടുന്ന ഫോസിലുകളുടെ സങ്കീർണത കൂടുതലാണെന്നും പ്രായം കൂടുതലുള്ള ഭൗമപാളികളിൽ ഫോസിലുകളുടെ സങ്കീർണത കുറവാണെന്നും തെളിയിച്ചാൽ പരിണാമസിദ്ധാന്തത്തിന്റെ സാധൂകരണത്തിന് അതുമാത്രം മതിയാകുമെന്ന് പരിണാമവാദികൾ അവകാശപ്പെടുന്നു. ഭൗമപാളികളുടെ പ്രായത്തിനനുസൃതമല്ലാത്ത, സങ്കീർണത കുറഞ്ഞതോ കൂടിയതോ ആയ ഫോസിലുകൾ ഭൗമപാളികളിൽ കാണപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയാൽ അതോടെ പരിണാമസിദ്ധാന്തം സുരക്ഷിതമായി. അതിനായി ബോധപൂർവമായുള്ള കുത്സിത ശ്രമങ്ങൾ പരിണാമവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതായി കാണുന്നു. പരിണാമസിദ്ധാന്ത ധാരണകൾക്കനുകൂലമല്ലാത്ത ഫോസിലുകൾ കണ്ടെത്തിയാൽ അവ ഫോസിൽ പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഉപേക്ഷിക്കപ്പെടുന്നതായും അതിനായി കാലനിർണയ രീതികളിലെ പഴുതുകൾ വിദഗ്ധമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നതായും ആക്ഷേപമുയർന്നിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, പേമാരി എന്നിവ ഭൂമിയെ കീഴ്മേൽ മറിച്ച് ഫോസിൽ ക്രമത്തിൽ മാറ്റങ്ങളുണ്ടാകാവുന്നതേയുള്ളൂ എന്ന മുൻകൂർ ജാമ്യവും പരിണാമവാദികൾ എടുത്തുവയ്ക്കാതിരുന്നിട്ടില്ല. എന്നാൽ ഈ രീതിയിൽ ഫോസിൽ ക്രമം തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനാകുമെന്ന ഉറപ്പും അവർ നൽകുന്നു. കാലാനുക്രമത്തിലല്ലാതെ സങ്കീർണത കൂടിയതും കുറഞ്ഞതുമായ ജീവജാതികൾ ഒരുമിച്ചുത്ഭവിച്ചിട്ടുണ്ടെന്ന് സത്യസന്ധമായി കണ്ടെത്തിയാൽ പോലും ചിറകുവിരിച്ച ഭാവനകളുണ്ടാകുമ്പോൾ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ നിരത്തി പരിണാമസിദ്ധാന്തത്തെ സംരക്ഷിച്ച് നിലനിർത്താൻ പരിണാമവാദികൾക്ക് പ്രയാസമുണ്ടാകില്ല. സങ്കീർണതയിൽ വലിയ അന്തരമുള്ള ചില ജീവജാതികളുടെ ഫോസിലുകൾ സിലൂറിയൻ കാലഘട്ടത്തിലെ അവസാദശിലകളിൽ ഒരുമിച്ച് കണ്ടെത്തിയപ്പോൾ അതൊരു പരിണാമ സംഭവമല്ല, മറിച്ച് കുടിയേറ്റ സംഭവമാണെന്ന് വ്യാഖ്യാനിക്കാൻ പരിണാമവാദികൾ കശേഷം മടിയുള്ളതായി കണ്ടില്ല. പരിണാമവിശ്വാസപ്രകാരം നിലവിലുള്ള ജീവികളിൽ ഏറ്റവും സങ്കീർണനായ മനുഷ്യനാണ് അവസാനത്തെ പരിണാമ കണ്ണി. എന്നാൽ പരിണമിച്ച പരിണാമസിദ്ധാന്തപ്രകാരം മനുഷ്യനാകണം അവസാനത്തെ സൃഷ്ടിയെന്ന് പരിണാമവാദികൾക്കും നിർബന്ധമുള്ള കാര്യമല്ല. അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി 4.7 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന ഐഡ ആൾക്കുരങ്ങിന്റെ ഫോസിൽ കണ്ടുകിട്ടിയ ഭൗമപാളിയേക്കാൾ പഴക്കമുള്ള പാളിയിൽ നിന്നും ഒരു മനുഷ്യ ഫോസിൽ നാളെ കണ്ടെത്തിയെന്നു കരുതുക. ഇതും പരിണാമസിദ്ധാന്തത്തിനുള്ള തെളിവായി ഉയർത്തിക്കാണിക്കാൻ പരിണാമവാദികൾക്ക് അല്പം പോലും പ്രയാസമുണ്ടാകില്ല. തുടരും.